വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ കൊറിയർ കിട്ടുന്ന കാർത്തികയാണെങ്കിൽ അത് പൊട്ടിച്ച് നോക്കുകയാണ്. അന്നേരം അതിൽ കാണുന്നത് ഹർഷൻ്റെ വിവാഹ ഫോട്ടോയാണ്. ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന വിവാഹ ഫോട്ടോയും പിന്നീട് അതേപോലത്തെ കുറേ ഫോട്ടോസുമൊക്കെ കൂടെ ഒരു കത്തുമാണ്. തുടർന്ന് അത് കാണുന്ന കാർത്തിക ആകെ അന്തം വിട്ട് ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം കത്ത് പൊട്ടിച്ച് വായിക്കുകയാണ്. കാർത്തികയ്ക്ക് എന്ന് പറഞ്ഞിട്ട്, എനിക്ക് പ്രത്യേക സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഇനി നീ എന്നെ കാത്തിരിക്കേണ്ട, എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കരടായി വരരുത്. നീയും ഒരു വിവാഹം കഴിക്കുക. പറ്റുമെങ്കിൽ നിന്നെ ഇപ്പോൾ സംരക്ഷിക്കുന്ന ആ വലിയ വീട്ടിലെ ആ വലിയ മനുഷ്യനുമായിട്ടാണെങ്കിൽ കൂടുതൽ നന്ന്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് കത്ത് അത്രേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ കാർത്തികയ്ക്കാണെങ്കിൽ ആകെ വിഷമം വരുന്നുണ്ട്. ഈ കത്തും ഫോട്ടോയും ഒക്കെ ആയിട്ട് കാർത്തിക റൂമിലേക്ക് ഓടുകയാണ്. എന്നിട്ട് കട്ടിലിരുന്നങ്ങ് പൊട്ടി കരയുകയാണ്. അച്ഛനെയും അമ്മയെയും തഴഞ്ഞ് പിന്നെ ജയശങ്കറിനെയും ഉപേക്ഷിച്ച് ഒക്കെ ഈ നാട്ടിലേക്ക് വന്ന് എല്ലാ ഹർഷന് വേണ്ടിയിട്ടാണ് വന്നത്. എന്നിട്ടും അവൻ എന്നെ മനോഹരമായിട്ട് ചതിച്ചു. ഇനിയിപ്പോൾ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? എന്നെ ഈ സമയത്തൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക ഒരുപാട് സമയം റൂമിലിരുന്ന് പൊട്ടി കരയുന്നുണ്ട്. അതൊന്ന് പെട്ടെന്ന് കാർത്തികയ്ക്ക് ഫോൺ കാണുമ്പോൾ മധുശ്രീ ഓർമ്മ വരികയാണ്. ആ ഫോട്ടോയൊക്കെ ബെഡിൻ്റെ അടിയിലേക്ക് വെച്ച ശേഷം വെളിയിലത്തെ ആ ബാൽക്കണിയിലേക്ക് വന്നിട്ട് മധുശ്രീ ഫോൺ ചെയ്യുകയാണ്. അന്നേരം മധുശ്രീ പുറത്തെവിടെയോ നിന്നിട്ട് കാറിനകത്തേക്ക് കയറാൻ പോവുകയാണ്. അന്നേരം പ്രതീക്ഷിച്ച കോൾ തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് മധുശ്രീ ഫോൺ എടുക്കുകയാണ്. തുടർന്ന് കാർത്തിക ആകെ കരയുകയാണ്. അന്നേരം കാർത്തിക എന്താ നീ കരയുകയാണോ എന്നിങ്ങനെ മധുശ്രീ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിക്കുകയാണ്. അന്നേരം അതെ, ആ ഹർഷൻ എന്നെ നന്നായിട്ട് ചതിച്ചു. ഞാനിനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എനിക്കിനി ആരുമില്ല, ഒരു സ്ഥലത്തേക്കും എനിക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പോയി ചാവടി എന്നിങ്ങനെ പെട്ടെന്ന് മധുശ്രീ പറയുകയാണ്. അന്നേരം അത് കേട്ട് ഒരു നിമിഷം ഇങ്ങനെ കാർത്തിക അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത നിന്നെ പോലുള്ള സ്ത്രീകളൊക്കെ ഈ ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുന്നത് തന്നെയാണ്. ഇനിയെങ്കിലും നിന്ന് കരയാതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ നോക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ വേറെ വിവാഹം കഴിച്ചു, ഇനി കാത്തിരിക്കേണ്ടെന്ന് പറഞ്ഞു, ഇനി ഞാൻ എങ്ങോട്ട് പോകും ചോദിക്കുമ്പോൾ വീണ്ടും മധുശ്രീ പറയുകയാണ്, നിനക്ക് നിൻ്റെ നാട്ടിലേക്ക് എന്തായാലും തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അവിടെ തിരിച്ചു തന്നാൽ ഒന്നുകിൽ അച്ഛനും അമ്മയൊക്കെ നിന്നെ അവിടത്തേക്ക് അടുപ്പിക്കത്ത പോലുമില്ല. ജയശങ്കർ നിന്നെ കിട്ടിയാൽ കൊന്നുകളയെന്നുള്ള ഉദ്ദേശത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് നിനക്കിനി ഒറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ. ഭാരത സ്ത്രീകൾ തന്നെ ഭാവശുദ്ധി എന്നും പറഞ്ഞൊന്നും വച്ചുകൊണ്ടിരിക്കാതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ആ നിൽക്കുന്ന വലിയ വീട്ടിൽ അവിടെ അങ്ങോട്ട് സത്യഭാമയുടെ വീട്ടിൽ അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ നോക്ക്. വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് നീ അങ്ങോട്ട് ഇടിച്ചു കയറാൻ നോക്ക്. ഇന്ന് മുതൽ നീ അങ്ങനെ തുടരാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും മധുശ്രീ? വിഷ്ണുവേട്ടൻ എന്നെ ഇപ്പോൾ സംശയമാണ്. കാണുമ്പോൾ തന്നെ ഹർഷൻ എന്ന് വരും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീ 10 വട്ടം ഒരു പുരുഷനെ സ്നേഹത്തോടെ പേര് വിളിച്ചാൽ അവൻ എന്തായാലും തിരിഞ്ഞു നോക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. അതങ്ങ് രംഭയുടെ കാലം മുതൽക്കേ നമ്മൾ പെണ്ണുങ്ങൾക്ക് കിട്ടിയ ട്രേഡ് മാർക്ക് തന്നെയാണ്. അതുകൊണ്ട് നീ നന്നായിട്ടൊന്ന് ശ്രമിച്ച് നോക്ക്. പിന്നെ അത്രയും വലിയൊരു വീട്, ബന്ധുക്കൾ, സ്വത്തുക്കൾ, കാറ്, ബംഗ്ലാവ് ഇതെല്ലാം ഒക്കെ കൈവെള്ളയിൽ വരണമെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചേ മതിയാകൂ. ഇതൊക്കെ കിട്ടുമ്പോൾ ഈ പാവം നമ്മളെ എങ്ങോട്ടും മറക്കാതിരുന്നാൽ മതി. അതുകൊണ്ട് നീ അതിനു വേണ്ടി ഇന്നു മുതൽ നീ വിഷ്ണുവിൻ്റെ ആകുകയാണ് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് വിഷ്ണുവിനെ കുറിച്ചുള്ള നല്ല സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക ഫോൺ ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മധുശ്രീ ഫോൺ പെട്ടെന്ന് കട്ടാക്കുന്നുണ്ട്. അന്നേരം ഹലോ എന്ന് തിരികെ കാർത്തിക വെക്കുന്നുണ്ട്. പക്ഷേ മധുശ്രീ ഫോൺ കട്ടായി കഴിഞ്ഞല്ലോ. അന്നേരം കാർത്തികയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അതേസമയം മധുശ്രീ മനസ്സിൽ കരുതുന്നുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. നിന്നെ പെട്ടെന്നൊന്നും അവിടെ നിന്ന് വിട്ട് കളയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ഒരു ഹർഷൻ്റെ പിന്നാലെയും പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. നീ എൻ്റെ ചൂണ്ടയിൽ കൊളുത്തി എൻ്റെ ഇര തന്നെയാണ്. അപ്പോൾ ചൂണ്ടയിൽ നിന്നെ ഇട്ടുകൊണ്ട് ഞാൻ കുറേയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അത് വേണ്ടവ വന്ന് കൊത്തുന്നത് വരെ നിന്നെ എങ്ങും പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അവിടെ മധുശ്രീ തന്നെയാണ് ഈ ഹർഷൻ്റെ ഫോട്ടോയൊക്കെ വാങ്ങിച്ചല്ലോ. ഈ ഹർഷൻ്റെ ഫോട്ടോയും വേറൊരു പെൺകുട്ടിയുടെ ഫോട്ടോയും ഒക്കെ ചേർത്ത് ഈ കാർത്തികയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഹർഷനെ മറന്നിട്ട് വിഷ്ണുവിൻ്റെ ജീവിതത്തിലേക്ക് കാർത്തിക കയറാൻ വേണ്ടി, അങ്ങനെ ശാലിനിയോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മധുശ്രീ തന്നെ ചെയ്യുന്ന പണിയാണിത്. കാർത്തിക അത് അപ്പാടെ വിശ്വസിക്കുന്നുമുണ്ട്. തുടർന്ന് ഇതൊക്കെ നടക്കുമോ എന്നുള്ളത് കാർത്തിക അന്നേരം ചോദിക്കുമ്പോൾ ശാലിനി സത്യഭാമയുടെ പിന്നെ ശത്രുവായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നവിടെ മധുശ്രീ പറയുന്നുണ്ട്. ഇതേ സമയം പൊന്നിയാണെങ്കിൽ ശ്യാമയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. അടിച്ചു വാരാൻ എന്നോണം ചൂലും ഒക്കെ ആയിട്ടാണ് വരുന്നത്. തുടർന്ന് ശ്യാമയെ ഇങ്ങനെ
സങ്കടത്തോടു കൂടി നോക്കുകയാണ്. എന്നിട്ട് തലയിലേക്ക് ഇങ്ങനെ കൈവയ്ക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഭേദമായിട്ട് വരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, എന്തൊരു കിടപ്പാ ഇത് ശ്യാമ കുഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ അങ്ങോട്ട് തൂക്കുകയാണ്. അന്നേരം ശ്യാമയാണെങ്കിൽ ഇങ്ങനെ തല തിരിച്ചിട്ട് പൊന്നി ചേച്ചി എന്ന് വിളിക്കുകയാണ്. അന്നേരം ആദ്യം ഒന്ന് പൊന്നി ശ്രദ്ധിച്ചിട്ട് തോന്നിയതായിരിക്കും എന്ന് കരുതിയിട്ട് വീണ്ടും അങ്ങോട്ട് തൂത്തു വരാൻ തുടങ്ങുമ്പോൾ വീണ്ടും പൊന്നി ചേച്ചി എന്ന് വിളിക്കുകയാണ്. അന്നേരം ശ്യാമയാണ് വിളിക്കുന്നതെന്നുള്ളത് പൊന്നിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്നേരം എന്താ കുഞ്ഞ് ഇത്, പിന്നെ സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമ പെട്ടെന്ന് ഷീറ്റൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് കട്ടിലങ്ങോട്ട് എഴുന്നേറ്റിരിക്കുകയാണ്. അന്നേരം ഇത്ര പെട്ടെന്ന് അസുഖമൊക്കെ ഭേദമായോ, കുഴപ്പമൊന്നുമില്ലേ, ഞാനിത് എല്ലാവരെയും അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൊന്നി അങ്ങോട്ട് റൂം വിട്ട് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് പൊന്നി ചേച്ചി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ശ്യാമ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് പൊന്നി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ശ്യാമ കട്ടിൽ നിന്നും ഇറങ്ങി ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ കുഞ്ഞിന് അസുഖമൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം തൽക്കാലം ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയും തമ്മിൽ ഒന്നിക്കാനായിട്ട് പൊന്നി ചേച്ചിക്ക് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആഗ്രഹമുണ്ട്, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണെന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ വേഷം കെട്ടിയതൊക്കെ, കുഞ്ഞേച്ചി ഈ വീട്ടിലേക്ക് വരുത്താനായിട്ട് വേറെ ഒരു ഇതും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വേഷം കെട്ടിയത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്നാലും ഇത് എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല, ശാലിനി ചേച്ചി കുഞ്ഞേച്ചി ഇവിടെ ഉണ്ടാകണം, കുറേ പേര് വേഷം കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കുഞ്ഞേച്ചി ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരു ഫോൺ വന്ന് പുറത്തേക്ക് പോയി, ജോലിക്കാര്യമായിട്ട് എന്തെങ്കിലും ആയിരിക്കും, കുറേയേറെ പേരുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ളതല്ലേ എന്നിങ്ങനെ പൊന്നി പറയുന്നുണ്ട്. അന്നേരം പ്രശ്നങ്ങൾ തീർക്കാനുള്ളതാണ്, അതിൻ്റെ ഇടയിൽ കുറേ പേര് വേഷം കെട്ടി ഇറങ്ങിയിരിക്കുകയല്ലേ എന്ന് ശ്യാമ പറയുമ്പോൾ കാർത്തികയല്ലേ എന്ന്. അന്നേരം അതെ, അവൾ തന്നെയാണ്, അവളുടെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഏതോ ഒരു കറക്കത്തിൽപ്പെട്ടാണ് അവൾ വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ പൊന്നി പറയുകയാണ്. അന്നേരം കറക്കത്തിൽപ്പെട്ട് വന്നിരിക്കുക മാത്രമല്ല, കറക്കി എടുക്കാനും അവൾ മിടുക്കി തന്നെയാണ്. അതുകൊണ്ട് അവളുടെ രഹസ്യങ്ങൾ ചികഞ്ഞ് പുറത്ത് ചാടിക്കണം, അവളെ ഇവിടെ നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കണം, അതിനുവേണ്ടി വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയും തമ്മിൽ ഒന്നിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എന്ന് പറയുകയാണ്. അതിന് പൊന്നി ചേച്ചീനെ സഹായിക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പൊന്നി ചേച്ചി റൂമിലേക്ക് വന്നില്ലേ വൃത്തിയാക്കാനായിട്ട്, അതുപോലെ കാർത്തികയുടെ റൂമിലും ചെന്നിട്ട് അവിടെ വൃത്തിയാക്കാൻ എന്നോണം ചെന്നിട്ട് അവളുടെ ബാഗും അലമാരിയും ഒക്കെ ഒന്ന് പരിശോധിക്കണം. അവളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു രഹസ്യം നമുക്ക് കിട്ടാതിരിക്കില്ല, അതിൽ കൂടി നമുക്ക് അവളെ പുറത്ത് ചാടിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യാം, വിഷ്ണു കുഞ്ഞും പിന്നെ ശാലിനി കുഞ്ഞും കൂടി ഒന്നിക്കാനല്ലേ, അതിനുവേണ്ടി ഞാൻ ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഈ ശ്യാമ പറയുന്നുണ്ട്, എനിക്ക് അസുഖമൊന്നും ഇല്ല എന്നുള്ളത് പൊന്നി ചേച്ചി അല്ലാതെ വേറെ ആരും അറിയണ്ട എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും കുഞ്ഞ്, ശാലിനി കുഞ്ഞ് അറിയണ്ടേ, ശാലിനി കുഞ്ഞല്ലേ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്, വെപ്രാളപ്പെട്ടൊക്കെ നടക്കുന്നത്, കുഞ്ഞിന് വേണ്ടി വിഷമിച്ച് നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞേച്ചി അറിഞ്ഞാൽ പിന്നെ ഈ നാടകത്തിനൊന്നും കൂട്ടു നിൽക്കില്ല, കുഞ്ഞേച്ചി പെട്ടെന്ന് ഇവിടെ വിട്ടും പോകും. അതുമാത്രമല്ല സത്യാമ്മ കുഞ്ഞേച്ചി ആ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ കാർത്തികയ്ക്ക് എതിരെ കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം, കാർത്തികയ്ക്കുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം സത്യാമ്മയാണ്, എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്ത് കണ്ടാൽ നമ്മളെ ആയിരിക്കും സത്യാമ്മ പുറത്താക്കുന്നത്. അതുകൊണ്ട് പൊന്നി ചേച്ചി എനിക്കൊരു വാക്ക് തരണം, എനിക്ക് അസുഖമൊന്നും ഇല്ല എന്ന് പൊന്നി ചേച്ചി മാത്രമേ അറിയാവൂ, വേറെ ആരും അറിയില്ല അറിയരുത് എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ കൈ നീട്ടുകയാണ്. അന്നേരം ഒരു നിമിഷം ആലോചിച്ചിട്ട് പൊന്നി വാക്ക് കൊടുക്കുകയാണ്, വിഷ്ണു കുഞ്ഞും ശാലിനി കുഞ്ഞും തമ്മിൽ ഒന്നിക്കാനല്ലേ, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും വാക്ക് എന്ന് പറഞ്ഞിട്ട് അതേപോലെ കൈ കൊടുക്കുകയാണ്. തുടർന്ന് സൂക്ഷിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് പൊന്നിയെ ശ്യാമ റൂമിൽ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ചിന്തിക്കുകയാണ്, ശാലിനി എന്തായാലും വീട്ടിലേക്ക് വന്ന് നന്നായി, ഇനി അവളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയണം, എത്രയും പെട്ടെന്ന് അമ്മയെ അതൊക്കെ അറിയിക്കണം, ഇനി ഒട്ടും താമസിക്കരുത് എന്നൊക്കെ ചിന്തിച്ച ശേഷം വിഷ്ണു ആണെങ്കിൽ അങ്ങ് റൂമിൽ നിന്ന് ബാത്റൂമിനകത്തേക്ക് കയറുകയാണ്. അതേസമയം ശാലിനി ആണെങ്കിൽ റൂമിനകത്തേക്ക് വരുമ്പോൾ അങ്ങനെ റൂമിനകത്തേക്ക് നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണുന്നില്ല. അന്നേരം ആളിതെവിടെ പോയി, ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, കാല് വയ്യെങ്കിലും അടങ്ങിയിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിനകത്തേക്ക് ശാലിനി കയറുകയാണ്. വിഷ്ണു ബാത്റൂമിലാണുള്ളതെന്ന് ശാലിനി അവിടെ അറിയുന്നില്ല. അതിനുശേഷം മെഡിസിനൊക്കെ നന്നായിട്ട് ശരിക്കും കഴിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മേശയുടെ ഡ്രയർ തുറന്നിട്ട് ആ മെഡിസിൻ്റെ ബോക്സ് ഇങ്ങനെ എടുക്കുകയാണ്. അന്നേരം അതിനകത്ത് ശാലിനിയുടെ ഫോട്ടോ ഇരിക്കുന്ന കാണുകയാണ്. ശാലിനി അത് എടുക്കുന്നുണ്ട്. അന്നേരം ആ മുഖമൊക്കെ ചില്ല് പൊട്ടിയ ഫോട്ടോ, സത്യഭാമ എന്നാ പൊട്ടിച്ച ആ ഫോട്ടോ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ശാലിനിക്ക് അങ്ങ് വിഷമം തോന്നുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവുമായിട്ടുള്ള കുറേ നിമിഷങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ആ ഫോട്ടോ അങ്ങോട്ട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ വേറെ വിഷ്ണുവും ശാലിനിയും തമ്മിലുള്ള ഒരു ഫോട്ടോ
ഫോട്ടോ കാണുകയാണ്. അന്ന് ആ ക്ലീറ്റസിൻ്റെ എസ്റ്റേറ്റിൽ പോയപ്പോൾ അവിടെ വെച്ച് ക്ലീറ്റസ് കുറേ ശാലിനി അറിയാതെ ഫോട്ടോ എടുത്തല്ലോ, അത് നോക്കുകയാണ്. അന്നേരം ആ എസ്റ്റേറ്റിൽ പോയതും അന്ന് അവിടെ തേനീച്ച കൊത്തിയതും മരുന്ന് വെച്ച് കൊടുത്തതും ഒക്കെ ഇങ്ങനെ ശാലിനി ഓർമ്മിക്കുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് അങ്ങ് സങ്കടം വരികയാണ്. എന്നിട്ട് ശാലിനി അതൊക്കെ അങ്ങ് അതിന് മേശയിലകത്തേക്ക് വെച്ച ശേഷം ഇങ്ങനെ ഒന്നല്ല തിരിഞ്ഞ് നോക്കുമ്പോൾ കട്ടിലിൽ വിഷ്ണുവിൻ്റെ ആ കുർത്ത കിടക്കുന്നത് കാണുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് അത് എടുക്കുന്നുണ്ട്. അതെടുത്ത് ഇങ്ങനെ മണപ്പിച്ച് നോക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഓർമ്മിക്കുന്നുണ്ട്, അന്ന് കാർത്തികയെ കല്യാണം കഴിച്ചു എന്നറിഞ്ഞ ശേഷം ശാലിനി ശാരദാമ്മയും കൂട്ടി വീട്ടിലേക്ക് വന്നപ്പോൾ വിഷ്ണു ആ കുർത്തയാണ് ഇട്ടിരുന്നത്. അന്നേരം വിഷ്ണുവിനെ ഇങ്ങനെ പിടിച്ചു കുലുക്കിയതും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചതും ഒക്കെ ഇങ്ങനെ ശാലിനി സങ്കടത്തോടെ ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനി ആണെങ്കിൽ കുർത്ത അങ്ങോട്ട് ഇടുകയാണ്. ഇങ്ങനെ അതിങ്ങനെ പിടിച്ച കോളർ ഇങ്ങനെ പിടിച്ചിങ്ങനെ മണത്ത് നോക്കിയ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു ആണെങ്കിൽ ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം ശാലിനി ഒന്ന് അന്തം വെട്ടുന്നുണ്ട്. എങ്ങോട്ടും ഓടി മാറാനും പറ്റുന്നില്ല. അവിടെ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയിൽ ശാലിനി ഇങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനിയെ കാണുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ അടിമുടി നോക്കുകയാണ് ശാലിനിയെ. വിഷ്ണുവിനെ അങ്ങോട്ട് ചിരിക്കണമെന്നും വരുന്നുണ്ട്, പക്ഷേ വിഷ്ണു അത് വെളിയിൽ കാണിക്കുന്നില്ല. അന്നേരം ശാലിനി ആകെ അന്തം വിട്ട അവസ്ഥയിൽ വിഷ്ണുവിനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ആ ബാത്റൂമിൻ്റെ ഡോറിൽ പിടിച്ചിങ്ങനെ നിന്നിട്ട് ഒരു കൈ ഇങ്ങനെ നടുവിനും കൊടുത്തിട്ട് ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് മുതലാണ് വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് കാർത്തിക തുടരാനൊക്കെ ശ്രമിക്കുന്നതും ശാലിനി കാർത്തികയ്ക്കിട്ട് ഓരോ പണി കൊടുക്കുന്നതും അവളുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും. അപ്പോൾ വിഷ്ണുവിന് ഇവിടെ ഏകദേശം വിഷ്ണുവിനും ശാലിനിക്കും ഇഷ്ടം തന്നെയാണ്. ഇനി കാർത്തികയുടെ കാര്യം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.